ദീപാവലിക്ക് പ്രധാനം സ്വീറ്റ്സ് തന്നെയാണ്. അത് നോർത്ത് ഇന്ത്യൻ ഒതന്റിക് ടേസ്റ്റിലായാലോ? ഇന്ന് നമ്മളുള്ളത് കൊച്ചി കടവന്ത്രയിലെ സേതീത്തെ ധാബായിലാണ്. ഇപ്പോൾ ദീപാവലി സ്പെഷ്യൽ റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ഇന്ന് എന്ത് സ്പെഷ്യൽ സ്വീറ്റ്സ് ഫസ്റ്റ് ആദ്യം ഉണ്ടാക്കാൻ മൂങ് ദാൽ കാ ഹൽവ. മൂങ് ദാൽ കാ ഹൽവ. മൂങ് ദാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുപയർ പരിപ്പാണ്. ചെറുപയറിനകത്തത്തെ നമ്മളെ പരിപ്പ് വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ട്രഡീഷണൽ ആണോ? പഞ്ചാബി ട്രഡീഷണൽ ആയിട്ടുള്ള മൂങ് ദാൽ ഹൽവയാണ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ആദ്യം നമുക്ക് ഗീ വേണം അല്ലേ? ഗീ ഉണ്ട്. ഇത് ഗീ. പിന്നെ നമ്മൾക്ക് വേണ്ടത് മൂങ് ദാൽ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് കാലത്ത് എടുത്ത് ഗ്രൈൻഡ് ചെയ്യണം. നമ്മുടെ ചെറുപയർ പരിപ്പാണ് കേട്ടോ, തൊലിയില്ലാതെ ചെറുപയർ പരിപ്പ് കുതിർത്തരച്ചത്. പിന്നെ നമ്മുടെ ആൽമണ്ട്സ്. അടുത്ത നമ്മുടെ പഞ്ചസാര പാനിയ അല്ലേ സാബ്? പഞ്ചസാര പാനി, പഞ്ചസാര കുതിർത്ത വെള്ളം. പിന്നെ പാല്, നമ്മുടെ നോർമൽ മിൽക്ക്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേണ് മൂങ് ദാൽ ഉണ്ടാക്കാൻ. സാർ നമ്മൾ എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്? ഇത് 250 ml. ആദ്യം എന്താ? ഗീ അല്ലേ? ഇത് നമ്മുടെ പഞ്ചാബി ട്രഡീഷൻ കൂടി. ഇത് മറ്റേ ഈ വിന്റർ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ അവിടെ ഇഷ്ടപ്പെടുന്ന സാധനമാണിത്. ഈ പഞ്ചാബിലൊക്കെ ഇത് ഒത്തന്റിക് ഐറ്റം ആണ് മൂങ് ദാൽ കാ ഹൽവ. വെരി ട്രഡീഷണൽ ഐറ്റം. അപ്പം അതും ഈ നമ്മുടെ ദീപാവലി ആയിട്ട് എന്തെങ്കിലും കണക്റ്റഡ് സ്റ്റോറി? സ്വീറ്റ്സ് ഓൺലി ഒരു സ്വീറ്റിന്റെ കാറ്റഗറിയിൽ വരുള്ളത്. ആൻഡ് പീപ്പിൾ ലവ് ദിസ് തിങ് വെരി മച്ച്. ദീപാവലി ഒക്കെ ഫെസ്റ്റിവൽ ആകുമ്പോഴത്തേക്കും നമ്മൾ സ്വീറ്റ്സ് നോർമലി പേട ഇതൊക്കെ ഉള്ളു. നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള ഒരു ഡിഷ്. ഇത് ഒത്തന്റിക് ആണ്. പേട നമുക്ക് നോർമൽ ആയല്ല. പേട, ലഡ്ഡൂസ്, ജലേബി നോർമൽ. So something is a bit of very traditional item. ഞാനിത് ഫസ്റ്റ് ടൈം ഇത് ചെറുപയറിന്റെ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഇത് ചെറുപയർ കുതിർത്ത ഫുൾ ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അതെ, ഒരു കണക്കുണ്ട് ഇതിന്. ഒരു 3 സ്പൂൺ ഇത് ഇടുക, ഗീ ഇടുക. പിന്നെ ഒരു 4 മറ്റേ കടിച്ചി, അറൗണ്ട് ഒരു 150 ml നമ്മൾ ഈ മൂങ് ദാൽ ഇടുക. അതന്നെ കുറച്ച് അതിൻ്റെ നമ്മൾ ശരിക്കും അതിന് ഇതൊരു ബ്രൗണിഷ് കളർ ആവണം. ബ്രൗണിഷ് കളർ, ബ്രൗണി കളർ, ലൈറ്റ് ചെറിയ തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. അതാണ്. അതെ, എന്താ ഇതിന്റെ ഒരു ബിഹൈൻഡ് സ്റ്റോറി ഈ ഒരു ഡിഷിനെ പറ്റി? അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? ഓൾഡൻ ടൈംസിൽ നമ്മുടെ ഗുരുദ്വാരയിലൊക്കെ ഇത് കൊടുക്കുമായിരുന്നു. ഗുരുദ്വാരയിലൊക്കെ അപ്പം ഇപ്പോൾ അതിൻ്റെ ഇതൊക്കെ കുറേ മാറ്റങ്ങൾ വന്ന് സ്റ്റാർട്ടിങ് അതിൽ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുക ഇതിൽ. ഓക്കെ, വെള്ളം ഒഴിക്കുക. പാല് ഒഴിക്കുക. കുറച്ച് ഒഴിച്ചു ഞാൻ പറയാം. കുറച്ചും കൂടി ഒഴിച്ചു. നമ്മള് ദീപാവലി എന്ന് പറയുമ്പോൾ സാബിന്റെ ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി എന്താണ്? ഈ ദീപാവലി പേരൻസ് എല്ലാവരും ആയിട്ടുള്ള ഞങ്ങൾ എല്ലാ കുടുംബവും ഇരുന്ന് എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കുക, പടക്കം പൊട്ടിക്കുക, ഇങ്ങനെ ക്രാക്കേഴ്സ് ഒക്കെ ബ്രസ്റ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ ട്രഡീഷണൽ ആയിട്ട് ഞങ്ങൾ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാവരും ഞങ്ങളുടെ അയൽവക്കത്തെ ആൾക്കാരൊക്കെ ഇത് സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ക്രാക്കേഴ്സ് ഒഴിക്കുക, പിന്നെ നല്ലൊരു ഫുഡ് ഉണ്ടാക്കുക. ഒരു ട്രഡീഷൻ ഞങ്ങൾ എല്ലാവരും കൂടെ അടിയിലിരുന്ന് ഫുഡ് കഴിക്കും. എന്ത് അടിപൊളിയായിട്ടാണ് സാബ് മലയാളം സംസാരിക്കുന്നത്. നമ്മളെ പോലെ തന്നെ അടിപൊളിയായിട്ട് മലയാളം അയൽവക്കത്തെ അത് എന്റെ ജനറേഷൻ കൂടി തീരൂട്ടാ. അത് വളരെ പറയാല്ല. ഞങ്ങൾക്ക് പഠിച്ചത് ലോക്കൽ സ്കൂളിലാണ്. മക്കളൊക്കെ പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം. അപ്പൊ അവരുടെ മലയാളം ഒരിക്കലും ഫ്ലുവൻസി ആവില്ല. അപ്പൊ ഇപ്പൊ എന്റെ പല ഫ്രണ്ട്സും പറയും ഇത് ലാസ്റ്റ് ഒരു ജനറേഷൻ ആണ് എന്റെ. ഇത് കഴിഞ്ഞാൽ ഇത് കിട്ടും, പഞ്ചസാരയുടെ വെള്ളം ഒഴിച്ചു. ഭയങ്കര എളുപ്പ പരിപാടി. എളുപ്പമാണ്. ഞാൻ പറഞ്ഞുതരാം. ഒഴിച്ചു കുറച്ച് മധുരം ഒന്നും കൂടി. നല്ല സ്വീറ്റ്സ് വേണ്ടവർക്ക് അതനുസരിച്ച് കൂട്ടാട്ടോ. കറക്റ്റ് മോൾഡ് ചെയ്ത് ഇത് ശരിക്കും അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കണം. സ്വീറ്റ്സ് പോലെ തന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഇവിടെ എല്ലാം ദീപാവലി ഡിഫറെന്റ് ടൈപ്പിലാണ് ഫസ്റ്റ് ആഘോഷം. അതെ, ഒരു ഡിഫറെന്റ് ടൈപ്പ്. ഇപ്പൊ നമുക്ക് ഈ കോമൺ ഈ ഹലുവ, ലഡ്ഡൂസ്, ജലേബി, അതൊക്കെ ഒരു കോമൺ ആയി. ഇപ്പൊ ആൾക്കാർക്ക് ട്രെൻഡിങ് ഈ പഴയ ട്രഡീഷൻ ഇതിലേക്ക് ആൾക്കാർ ട്രെൻഡിങ് തിരിച്ചു വന്നിട്ടുണ്ട് ഇപ്പൊ ഈ ഇടക്കായിട്ട്. ഇത് നമ്മൾ ശരിക്കും അങ്ങോട്ട് വെള്ളം എബ്സോർവ് ആണ്. ഇത് നന്നായിട്ട് എബ്സോർവ് ആവും. നല്ല എബ്സോർവ് ആയിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം. ഇത് ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെങ്കിൽ ഇത്രയും സമയം പിടിക്കില്ല. ഇത് ക്വാണ്ടിറ്റി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് കാരണം ഇതായത്
ഇതുപോലെ വേറെ എന്തൊക്കെ സ്വീറ്റ്സ് ആണ് നമ്മുടെ ആ സൈഡിൽ, നിങ്ങളുടെ നോർത്ത് സൈഡിൽ നമുക്ക് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള? പിന്നെ അവിടുത്തെ ഗാജർ കാ ഹൽവയും ഫേമസ്. അത് ഞങ്ങൾക്ക് ഇത് സീസണിൽ കിട്ടുള്ളൂ, ഈ വിന്റർ സീസണിൽ കിട്ടുള്ളൂ. അത് ക്യാരറ്റ് ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, റെഡിഷ് ക്യാരക്ടർ ആണ്. അത് നമുക്കൊരു 3 മാസം കിട്ടുള്ളൂ. അത് ഭയങ്കര ട്രഡീഷൻ ആണ് അവിടെ. അപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നവംബറിൽ അത് സീസൺ സ്റ്റാർട്ട് ആവും. നവംബർ ടു മാർച്ച് വരെ അത് കിട്ടും. നമ്മളിവിടെ സേതിത ധാബയിൽ സ്വീറ്റ്സ് ഒക്കെ അവൈലബിൾ ആണോ എപ്പോഴും? അവൈലബിൾ ആണ്. ഗുലാബ് ജാമുൻ അവൈലബിൾ ആണ്, മൂംഗ് ദാൽ ഹൽവ അവൈലബിൾ ആണ്. പിന്നെ ഞങ്ങളുടെ കുൽഫി ഉണ്ട്, മട്ക കുൽഫി, ഡെസേർട്ട്സ് അത് അവൈലബിൾ ആണ്. ഈ 3 ഐറ്റം അങ്ങനത്തെ എപ്പോഴും നമുക്ക് സീസൺ വൈസോ അങ്ങനെയൊന്നുമില്ല. സീസൺ വൈസ് ഒന്നുമില്ല, നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഒരു സ്വീറ്റ്സ്, നിങ്ങളുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു സ്വീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ ഒരു ബേക്കറിയിൽ പോയി ഈ ഒരു ഒതന്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടൂല. അതന്നെ കറക്റ്റ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ഡിഷ് എന്താണ്? ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കാൻ വരുന്നവർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ പോണ ഞങ്ങളുടെ പട്ടിയാല ലസ്സിയാണ്. പട്ടിയാല ലസ്സി, പിന്നെ ഞങ്ങളുടെ തന്തൂരി ചിക്കൻ. പക്ഷേ ഞങ്ങൾ ഇപ്പൊ പുതിയതായിട്ട് ഈ ദിവാലിക്ക് അങ്ങോട്ട് പുതിയ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് എ മട്ടൺ സമോസ. പിന്നെ ഞങ്ങളുടെ ഒത്തന്റിക് ആയിട്ട് പഞ്ചാബി ചിക്കൻ, ബട്ടർ ചിക്കൻ, ഓൾ റണ്ണിങ് ഐറ്റംസ്. അത് ബേസിക്കലി ഞങ്ങൾക്ക് നല്ല റണ്ണിങ് ആണ് മെയിൻ. പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ആലു പൊറോട്ട ആൾക്കാർ ഭയങ്കര പ്രിഫർ ചെയ്യാറുണ്ട്. ബ്രെഡിലെ ആലു പൊറോട്ട ആൾക്കാർക്ക് ഭയങ്കര ഇവിടെ ഇഷ്ടം. തന്തൂരി ആലു പൊറോട്ടയാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് നല്ല വറ്റിച്ചെടുക്കുന്ന ഒരു ടൈം, അത് ഇച്ചിരി പ്രോസസ് ആണ് അല്ലേ? അപ്പൊ ഞാൻ മുന്നേ സാബിനോട് ചോദിച്ചു, എങ്ങനെയാ സാബ് പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് പഞ്ചാബി പക്ക പഞ്ചാബി ലുക്കിൽ ഇവിടെ സെറ്റ് ചെയ്തത്? അതിന്റെ ഒരു പിന്നിൽ എന്താ ഒരു സ്റ്റോറി? അതിന്റെ സ്റ്റോറി അച്ഛൻ വർഷം മുമ്പ് വന്ന ഇവിടെ. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ തന്നെയാണ്. പഠിച്ചത് ഞാൻ ഇവിടെ ലോക്കൽ സ്കൂളിലാണ്. അതാണ് എൻ്റെ മലയാളം അത്രയും ഫ്ലുവൻ്റ്. ഇപ്പം എൻ്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ പഠിച്ച ഇംഗ്ലീഷ്, ഇവിടെ അവർക്ക് അത്ര ഫ്ലുവൻസി കിട്ടില്ല. പിന്നെ ഇത് ഞങ്ങൾ തുടങ്ങുന്ന മെയിൻ കാരണം ഞങ്ങളുടെ അമ്മേൻ്റെ ഒരു കാരണത്തിൽ തുടങ്ങിയത്. അമ്മ ഒരു ഭയങ്കര ഫുഡി ആയിരുന്നു. അമ്മ 2014 എക്സ്പയർ ആയി. അപ്പോൾ അവർ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 2015 ഇത് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് 90% എൻ്റെ ക്രൗഡ് ആ മലയാളി. അതെനിക്കൊരു ഭയങ്കര ദൈവത്തിന്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. ഇതിപ്പോ തുടങ്ങിയ 10 വർഷമായി. 2015 ഫെബ്രുവരിയിൽ തുടങ്ങിയത്. ഫുഡ് മാത്രമല്ല, നമ്മുടെ എൻറ്റയർ റെസ്റ്റോറന്റ് സേതിത ധാബയിലെ എൻറ്റയർ ഭാഗത്ത് നോക്കിയാൽ നമ്മളൊരു പഞ്ചാബി ടച്ച് ആണ് അല്ലേ? അത് ദൈവത്തിന്റെ അനുഗ്രഹം. എവറിത്തിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു നോർത്ത് ഇന്ത്യൻ സ്ഥലത്ത് എത്തിയ ഒരു ഫീൽ ആണ്. ആക്ച്വലി ഫുഡിന് പറഞ്ഞാല് ഫുഡ് ഉണ്ടാക്കുന്ന മെത്തേഡ്സ് എല്ലാം സെയിം ആണ്. മീൻസ് അതിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ക്വാളിറ്റി, ദാറ്റ്സ് മോർലി. നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് സമയം പോയാൽ നമ്മൾ സാധനം ഒത്തിരി ഡ്രൈ ആവാതെ നോക്കണ്ടേ? ആയിട്ടുണ്ട്, ഏകദേശം ആയിട്ടുണ്ട് അല്ലേ? ആയിട്ടുണ്ട് ഒരു വിധം. അപ്പൊ നമ്മുടെ ഇതെല്ലാം ഇപ്പം സെറ്റ് ആയിട്ടുണ്ട്, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫൈനൽ ഗാർണിഷിംഗ് കൂടെ ഉള്ളു അല്ലേ? നമ്മൾ എനിക്ക് തോന്നുന്നു ബദാമും കൂടെ ഉള്ളു നമുക്ക്. ബദാം ഇടും, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പൊ നമ്മള് ഡ്രൈ ചെയ്ത നമ്മുടെ ഹൽവ, മൂംഗ് ദാൽ കാ ഹൽവ തേണ്ട സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗാർണിഷിംഗ് കൂടെ ഉള്ളൂ. ആൽമണ്ട് നമ്മൾ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡിഷ്, ദിവാലി സ്പെഷ്യൽ ട്രഡീഷണൽ ഫസ്റ്റ് ഡിഷ് നമ്മുടെ മൂംഗ് ദാൽ കാ ഹൽവ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യുടെയൊക്കെ മണം കേട്ടിട്ട് ഭയങ്കര, എനിക്ക് എസ്പെഷ്യലി ഞാനൊരു സ്വീറ്റ് ലവറാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ആ സ്മെല്ലൊക്കെ കേട്ടിട്ട് ഭയങ്കര കഴിക്കാൻ കൊതിയായിട്ടിരിക്കുകയാണ്. നമുക്കപ്പം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇത് മിക്സ് ചെയ്യണം അല്ലേ? മിക്സ് കഴിക്കാം. നല്ല ഗീയുടെയൊക്കെ സ്മെല്ലാണ് വരുന്നത്. ഇതിലാ നല്ല സാബ് പറഞ്ഞ പോലെ ഒത്തിരി മധുരമില്ല, എല്ലാം ബാലൻസ്ഡ് ആണ്. നല്ല അറോമ നല്ലതായിരിക്കും. വെരി ഗുഡ് അറോമ. നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ട്രഡീഷണൽ ഒരു ഡിഷ്, പഞ്ചാബി ഡിഷ് ഞാൻ ഫസ്റ്റ് ടൈമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്.